ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നമ്മുടെ ഖുർആനെ കുറിച്ച് സംസാരിക്കാം. ഖുർആൻ എന്ന് പറയുന്നത് അത് ജസ്റ്റ് വെറും ഒരു ബുക്കാന്നില്ല. അത് നമ്മുടെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുന്ന ഒരു മരുന്ന് പോലെയാണ്. നമ്മുടെ ഇരുട്ടേറിയ ജീവിതത്തിലെ ഒരു വെളിച്ചമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഖുർആൻ എന്ന് പറയുന്നത് ആരാണോ അള്ളാഹിനെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ളത്, ആരാണോ അള്ളാഹിനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ടുള്ളത്, അവർക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശം, ഗൈഡൻസ് പോലെയാണ്. അതിലൊരു സംശയവുമില്ല. സോ ഖുർആൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ക്ലാരിറ്റി, ഒരു വ്യക്തത, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്, മാർഗനിർദ്ദേശത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കായിരിക്കും. അതെല്ലാം നമ്മുടെ ഖുർആൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്, നമ്മൾ വിഷമത്തിലാകുമ്പോൾ ആശ്വാസമായ ആയത്തുകൾ എല്ലാം ഖുർആനിലുണ്ട്. നമ്മൾ ഖുർആൻ ഓതുമ്പോഴും അതിലുള്ളതുപോലെ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ ക്ലോസ് ആവുകയാണ്. അള്ളാഹുവും നമ്മളുമായിട്ടുള്ള ബന്ധം അതങ്ങനെ വർദ്ധിക്കും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തോ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്, അത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങളുടെ ഷെൽഫിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിനെ തൊട്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സാധനമാണ് നിങ്ങളെ ഹീൽ ചെയ്യാൻ, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും നിങ്ങളെ തന്നെ മാറ്റാവുന്ന ഒരു കാര്യമാണ്. അതെ, അത് ഖുർആനാവുന്നു. നമുക്ക് കാണാൻ പറ്റും, ഖുർആൻ എന്ന് പറയുന്നത് മറ്റുള്ള ബുക്കുകൾ പോലെയല്ല. നമ്മൾ ഖുർആൻ ഓപ്പൺ ആക്കുമ്പോൾ അത് നമ്മളെ ഓപ്പൺ ആക്കുന്ന പോലെയാണ്. അതായത് നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമ്മൾ ആശ്വസിപ്പിക്കും. ആൻഡ് ഈ ലോകത്ത് നമുക്കൊരു വിലയില്ല എന്ന് തോന്നുമ്പോഴും നമ്മളുടെ ശരിക്കുമുള്ള വില ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. എത്ര പ്രാവശ്യം നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ നഷ്ടപ്പെട്ടവരെ പോലെ തോന്നിയിട്ടുണ്ട്. ലൈക്ക് അതിപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊന്നും മനസ്സിലാവാത്ത ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഖുർആന് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഖുർആൻ വേണ്ടത്. ആൻഡ് വൺസ് നമ്മൾ ഡെയിലി ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ഇവൻ കുറച്ച് മാത്രം നമ്മളുടെ ലൈഫ് ചെറുതായിട്ടൊക്കെ മാറാൻ തുടങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എല്ലാ ദിവസവും എണീക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കുന്നതിന് പകരം നമ്മളുടെ റബ്ബിൻ്റെ വാക്കുകൾ വായിക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും. ജസ്റ്റ് ഒരു ആയത്ത് ഓതുന്നതിലൂടെ നമ്മളുടെ ആ ഒരു ആങ്സൈറ്റി, നമ്മളുടെ ആ ഒരു വേവലാതി മാറ്റിയേക്കാം. ആൻഡ് ഖുർആൻ ഓതുന്ന ആ ഒരു കുറച്ച് സമയത്ത്, കുറച്ച് നിമിഷങ്ങളിൽ നമുക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനം കിട്ടിയേക്കാം. ആൻഡ് നമ്മൾ ഖുർആൻ അർത്ഥത്തോടെ വായിക്കുകയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ തോന്നിയേക്കും, നമ്മൾ സ്നേഹിക്കപ്പെട്ടതുപോലെ നമുക്ക് തോന്നിയേക്കും. കാരണം അള്ളാഹു നമ്മളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന പോലെയാണ് ഖുർആനിലെ ആയത്തുകൾ. നമ്മൾ ഡെയിലി എന്നും നമ്മൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ നമ്മളൊരു കുഞ്ഞു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും. ആദ്യം നമുക്ക് അതിൻ്റെ റിസൾട്ട്സ്, അതിൻ്റെ ഫലം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യും, അതായത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. നമ്മളുടെ ക്ഷമ വർദ്ധിക്കും, നമ്മൾ ആൾക്കാരോട് സൂക്ഷിച്ച് സംസാരിക്കും, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കും. കാരണം നമ്മളുടെ സൗള്, നമ്മളുടെ ആത്മാവ് അവിടെ ഒരു റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. ആൻഡ് അതിനൊരു കാരണമാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ വെറുതെ ഓതുകയല്ല, അത് നമ്മളെ ഹീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ശാന്തത നൽകും. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള ആ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നടന്ന വിഷമങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു ശാന്തത നമുക്ക് ലഭിക്കും. നമുക്ക് തെറ്റുകൾ ചെയ്യാനുള്ള തോന്നൽ വന്നേക്കാം. നമ്മുടെ ലൈഫിൽ ഒരുപാട് വേദനകൾ കടന്നു വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഖുർആന് ഇതൊക്കെ കൈവരിക്കാനുള്ള ബലം നമ്മൾക്ക് നൽകും. ഖുർആനില് പല ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഈ ലോകം താൽക്കാലികമാണ്. ശരിക്കുമുള്ള ലോകം, അതായത് സത്യമായിട്ടുള്ള ലോകം, അത് പരലോകത്താണ്, അത് നമ്മുടെ ആഖിറമാണ്. ഈ ഒരു കാര്യം നമ്മൾക്ക് ഓർക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമാധാനമാണ് ലഭിക്കുന്നത്. അതായത് ഈ ലോകം എത്രയോ കഠിനമായിക്കോട്ടെ, നമ്മളുടെ ശരിക്കുമുള്ള ലോകം ഇതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ ലൈഫ് ഒരുപാട് ഹാർഡാകുമ്പോൾ, ഒരുപാട് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ ഈ കാര്യം ഓർത്ത് വെക്കുമ്പോൾ ഒരുപാട് സമാധാനം ലഭിക്കും. ചില സമയത്ത് നമ്മൾക്ക് പലപ്പോഴും തോന്നും, അള്ളാഹുമായിട്ട് എനിക്ക് ശരിക്കുമുള്ള ഒരു ബന്ധം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷെ അള്ളാഹു പറയുന്നുണ്ട് നമ്മളോട് ഖുർആനിൽ, അവൻ്റെ വാക്കുകളിലൂടെ. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ഖുർആനൊന്ന് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ അർത്ഥത്തോടെ വായിക്കുമ്പോൾ നമ്മളുടെ വിഷമത്തിന് കാരണമായ അതേ ആയത്ത് ചിലപ്പോൾ നമ്മൾ വായിച്ചേക്കും. അത് വെറുതെ സംഭവിക്കുന്നതല്ല, അത് നമ്മളോട് അള്ളാഹു പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനിയെങ്കിലും നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കുറച്ചായിട്ടെങ്കിലും ഡെയിലി ലൈഫിൽ നമ്മൾ ഖുർആനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഖുർആന് ഡെയിലി ഒന്ന് തുറക്കുക,
ഒരു പേജെങ്കിലും ഒരു പേജ് നമ്മൾ ഓതുക. മെല്ലെ മെല്ലെ നമ്മൾ കാണാൻ തുടങ്ങും നമ്മളുടെ ലൈഫ് പ്രകാശിക്കാൻ തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് നമ്മളുടെ ഹൃദയത്തിലെ പ്രകാശമായി മാറ്റി തരട്ടെ. നമുക്ക് സമാധാനം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.